നമസ്കാരം. എല്ലാ തീരുമാനങ്ങളും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റേതായിരുന്നെന്നാണ് മുൻ ബോർഡ് അംഗം വിജയകുമാർ മൊഴി നൽകിയിരിക്കുന്നത്. സഖാവ് പറഞ്ഞതിനാൽ ഒപ്പിട്ടതാണ്, മറ്റൊന്നും വായിച്ചിട്ടില്ല എന്നാണ് വിജയകുമാറിന്റെ മൊഴിയിലുള്ള പ്രധാന പരാമർശം. ഔദ്യോഗിക കർത്തവ്യ നിർവഹണത്തിലെ വീഴ്ചയാണ് വിജയകുമാറിനെതിരെ SIT ചുമത്തിയിട്ടുള്ളത്. സ്വർണ്ണപ്പാളി പുതുക്കൽ തീരുമാനം ബോർഡ് യോഗത്തിൽ പത്മകുമാർ പറഞ്ഞതും താൻ വിശ്വസിച്ചൊപ്പിട്ടതെന്നുമാണ് വിജയകുമാർ സമ്മതിച്ചതായി റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പിലാണ് ഈ ഒരു വിവരമുള്ളത്. എല്ലാ തീരുമാനങ്ങളും പത്മകുമാറിന്റേതായിരുന്നു. തീരുമാനങ്ങൾ എടുക്കുവാൻ അദ്ദേഹത്തിന് അറിയാം. സഖാവ് പറഞ്ഞതുകൊണ്ട് ഞാൻ ഒപ്പിടുകയാണ് ചെയ്തത്. സ്വർണ്ണപ്പാളി പുതുക്കുന്ന കാര്യം സഖാവ് ബോർഡിൽ പറഞ്ഞു. അദ്ദേഹത്തെ വിശ്വസിച്ച് മറ്റൊന്നും വായിക്കാതെ താൻ ഒപ്പിട്ടു. ഇനിയും പുറത്തു നിന്നാൽ സർക്കാരിന് നാണക്കേടുണ്ടായതുകൊണ്ടാണ് കീഴടങ്ങിയതെന്നുമാണ് വിജയകുമാറിന്റെ മൊഴി. സ്വർണ്ണപ്പാളി മാറ്റുന്ന കാര്യമടക്കം ബോർഡിൽ അവതരിപ്പിച്ച പത്മകുമാറാണ്. പ്രധാന തീരുമാനങ്ങളെല്ലാം പ്രസിഡന്റ് പറയുന്നതായിരുന്നു രീതി. അതുകൊണ്ട് വായിച്ചു പോലും നോക്കാതെ ഒപ്പിട്ടുവെന്നും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞില്ലെന്നുമാണ് വിജയകുമാർ പറയുന്നത്. എന്നാൽ തട്ടിപ്പിൽ തനിക്ക് ഉത്തരവാദിത്തമെന്ന മട്ടിലുള്ള വിജയകുമാറിന്റെ മൊഴി വിശ്വാസയോഗ്യമല്ലെന്നും SIT തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ മുൻ ബോർഡ് അംഗം വിജയകുമാർ വീഴ്ച വരുത്തിയതായാണ് റിമാൻഡ് റിപ്പോർട്ട്. പോറ്റി ഉൾപ്പെടെ പ്രതികൾക്ക് അന്യായ ലാഭമുണ്ടാക്കാൻ കൂട്ടുനിന്നു, ബോർഡിന് നഷ്ടമുണ്ടാക്കിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ SIT പറയുന്നു. വിജയകുമാർ കട്ടിള പാളി കേസിൽ 12ാം പ്രതിയും ദ്വാരപാലക ശില്പക്കേസിൽ 15ാം പ്രതിയുമാണ്. ഹൈക്കോടതി വിമർശനത്തിന് പിന്നാലെയാണ് വിജയകുമാറിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. സമ്മർദ്ദം താങ്ങാൻ ആകുന്നില്ലെന്ന് കുടുംബാംഗങ്ങളെ അറിയിച്ച ശേഷം മുൻകൂർ ജാമ്യ ഹർജി പിൻവലിച്ച് അഭിഭാഷകനൊപ്പം SITക്ക് മുന്നിൽ വിജയകുമാർ കീഴടങ്ങുകയായിരുന്നു. സ്വർണ്ണക്കൊള്ളയുടെ ഉത്തരവാദിത്തം ബോർഡിനാകെയെന്ന് പത്മകുമാർ പറയുന്നു. അംഗങ്ങളും അറിഞ്ഞാണ് 2019 ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണ്ണ പൂശുവാൻ അനുമതി നൽകിയതെന്നും മൊഴിയുണ്ട്. വിജയകുമാറിന്റെയും ശങ്കരദാസിന്റെയും അറസ്റ്റ് വൈകുന്നതിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും സംശയം പ്രകടിപ്പിച്ചതോടെ SITക്ക് കടുത്ത നടപടികളിലേക്ക് നീങ്ങേണ്ടി വരികയായിരുന്നു. ഇരുവരെയും 3 വട്ടം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചെങ്കിലും മുൻകൂർ ജാമ്യ ഹർജിയും ആരോഗ്യ പ്രശ്നങ്ങളും പറഞ്ഞ് ഇരുവരും ഹാജരായിരുന്നില്ല. കൊല്ലം വിജിലൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളാൻ സാധ്യതയുണ്ടെന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹർജി പിൻവലിച്ചുകൊണ്ട് അഭിഭാഷകനൊപ്പം വിജയകുമാർ SITക്ക് മുന്നിൽ കീഴടങ്ങിയത്. SP ശശിധരന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യലിന് ശേഷം വിജയകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. പ്രസിഡന്റും ഉദ്യോഗസ്ഥരും അറിഞ്ഞുള്ള ഇടപാടാണെന്നും തനിക്ക് യാതൊരുവിധ പങ്കുമില്ലെന്നും വിജയകുമാർ ആവർത്തിച്ചു. ജനറൽ ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയ വിജയകുമാറിനെ റിമാൻഡ് ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാറിന് ഒപ്പം വിജയകുമാറും ഗൂഢാലോചന നടത്തിയെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. രേഖകളിൽ കൃത്രിമം നടത്തിയെന്നും ബോർഡിന് നഷ്ടമുണ്ടാക്കാനായി പ്രതികൾ സഹകരിച്ചെന്നും SIT CPM തിരുവല്ലം ലോക്കൽ കമ്മിറ്റി അംഗമായ വിജയകുമാറിന്റെ അറസ്റ്റ് സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുന്ന CPM നേതൃത്വത്തെ വീണ്ടും പ്രതിസന്ധിയിലാക്കുകയും ചെയ്യുന്നുണ്ട്. ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് ചികിത്സയിലുള്ള KP ശങ്കരദാസിന്റെ കാര്യത്തിൽ അന്വേഷണ സംഘം എന്ത് നടപടിയെടുക്കുമെന്നതിലാണ് ആകാംക്ഷ. സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് മുൻ ദേവസ്വം ബോർഡ് അംഗം N വിജയകുമാറിന്റെ 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. രേഖകളിൽ കൃത്രിമം കാണിച്ചെന്നും ബോർഡിന് നഷ്ടമുണ്ടാകാൻ പ്രതികൾക്ക് സഹായം നൽകിയെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയ സാഹചര്യത്തിലാണ് തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയുടെ നടപടി. അടുത്ത മാസം 12 വരെയാണ് വിജയകുമാറിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. കേസിൽ വിജയകുമാർ സമർപ്പിച്ച ജാമ്യാപേക്ഷ ഈ മാസം 31-ന് കോടതി പരിഗണിക്കും. ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാറിനൊപ്പം വിജയകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൈമാറാൻ ഗൂഢാലോചന നടത്തുന്ന റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. വിജയകുമാറിനെ കുടുക്കിയത് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ മൊഴിയും ബോർഡ് യോഗത്തിലെ മിനിറ്റ്സുമാണ്. 2019 മാർച്ച് 19-ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൈമാറാൻ തീരുമാനിച്ചപ്പോൾ രേഖകളിൽ അത് ചെമ്പെന്ന് തിരുത്തി എഴുതുകയായിരുന്നു. ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും അറിഞ്ഞുകൊണ്ട് നടത്തിയ ഈ വൻ ഗൂഢാലോചനയാണ് വിജിലൻസ് സംഘം പൊളിച്ചത്. താൻ മാത്രം എങ്ങനെ പ്രതിയാകുമെന്ന പത്മകുമാറിന്റെ ചോദ്യം വിജയകുമാറിലേക്കും ശങ്കരദാസിലേക്കും അന്വേഷണം നീളുവാൻ കാരണമായി. അന്വേഷണ സംഘം വീട് വളഞ്ഞതോടെ വിജയകുമാർ ഒളിവിൽ പോവുകയായിരുന്നു. ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം കിട്ടില്ലെന്ന് ഉറപ്പായതോടെ താൻ ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണെന്ന് അടുത്ത സുഹൃത്തുക്കൾക്ക് വിജയകുമാർ സന്ദേശം അയച്ചു. എന്നാൽ പോലീസ് നീക്കം ശക്തമാക്കിയതോടെ ഗത്യന്തരമില്ലാതെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമൊപ്പം SIT ഓഫീസിലെത്തി കീഴടങ്ങുകയായിരുന്നു. സെക്രട്ടേറിയറ്റിലെ CPM സംഘടനയുടെ മുൻ പ്രസിഡന്റും നിലവിൽ തിരുവല്ലം വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗവുമാണ് വിജയകുമാർ. അക്രമ സമരത്തിന്റെ പേരിൽ ഒരിക്കൽ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട ഇയാളെ VS അച്യുതാനന്ദൻ സർക്കാരാണ് തിരിച്ചെടുത്തത്.
വിരമിച്ച ശേഷം പാർട്ടി നോമിനിയായാണ് ദേവസ്വം ബോർഡിലെത്തിയത്. സിപിഎമ്മിന്റെ കരുത്തുറ്റ സംരക്ഷണം ഉണ്ടായിട്ടും കോടതിയുടെ കർശന നിലപാടാണ് ഇപ്പോൾ അറസ്റ്റിലേക്ക് നയിച്ചത്. നേരത്തെ കേസിൽ പത്മകുമാർ അറസ്റ്റിലായപ്പോൾ ബോർഡ് അംഗങ്ങളായിരുന്ന എൻ വിജയകുമാറിനെയും കെ.പി. ശങ്കരദാസിനെയും എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ലെന്ന് ഹൈക്കോടതി ചോദിച്ചിരുന്നു. വമ്പൻ സ്രാവുകളിലേക്ക് അന്വേഷണം നീങ്ങണമെന്ന കോടതിയുടെ കർശന നിർദ്ദേശത്തിന് പിന്നാലെയാണ് വിജയകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കേസിലെ മറ്റൊരു പ്രധാനി കെ.പി. ശങ്കരദാസ് പക്ഷാഘാതം ബാധിച്ച് സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സയിൽ കഴിയുന്നത്. ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി 1-നാണ് പരിഗണിക്കുക. കൂടാതെ സ്വർണ്ണക്കൊള്ളയിലെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ തേടി ദിണ്ടിഗൽ സ്വദേശി മണിയെയും SIT ചോദ്യം ചെയ്യുന്നുണ്ട്. ഇതിനിടെ തന്നെ ശബരിമല സ്വർണ്ണ കവർച്ചാ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തെ വിപുലീകരിക്കുവാൻ ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുകയാണ്. അന്വേഷണ സംഘത്തിൽ 2 CIമാരെ കൂടി ഉൾപ്പെടുത്തുവാനാണ് തീരുമാനം. SITയുടെ ആവശ്യം അംഗീകരിച്ച് കേരള ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ചാണ് നടപടിയെടുത്തത്. അടിയന്തര ആവശ്യമായി ഇക്കാര്യം പരിഗണിക്കണമെന്നും ഉദ്യോഗസ്ഥരെ ഉടനടി അനുവദിക്കണമെന്നുമാണ് SIT ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടത്. കേസിൽ അന്വേഷണം സജീവമായി മുന്നോട്ടു പോവുകയാണ്. ഡി മണിയുടെ സാമ്പത്തിക ഇടപാടുകൾ SIT പരിശോധിക്കുവാൻ തീരുമാനിച്ചു. ഇയാൾ ചോദ്യങ്ങളോട് പ്രതികരിക്കുന്നില്ലെന്നാണ് വിവരം. താൻ ഡി മണി അല്ലെന്നും MS മണിയാണെന്നുമുള്ള വാദത്തിലെ ഉറപ്പ് ഇയാൾ ഇപ്പോഴും പ്രയോഗിക്കുകയാണ്. നിലവിൽ ഇത് മുഴുവൻ കളവാണെന്നും ഇയാൾ ഡി മണി തന്നെയെന്നുമാണ് SITയുടെ വാദം. ദിണ്ടിഗലിൽ സമാന്തര സംവിധാനം കണ്ടെത്തി സാമ്പത്തിക ഇടപാടുകൾ അടക്കം വെളിച്ചത്ത് കൊണ്ടുവരേണ്ട വെല്ലുവിളിയാണ് SIT നേരിടുന്നത്. 2 CIമാരെ കൂടി SIT സംഘത്തിൽ ഉൾപ്പെടുത്തിയതോടെ അന്വേഷണത്തിന് ഇത് ശക്തിയാകും. ഈഞ്ചക്കലിലെ SIT ഓഫീസിലാണ് ഇന്ന് രാവിലെ അഭിഭാഷകർക്കൊപ്പം മണി എത്തിയത്. ഓഫീസിൽ ആദ്യം എത്തിയത് മണിയുടെ സുഹൃത്ത് ബാലമുരുകനും ഭാര്യയുമായിരുന്നു. പിന്നീടാണ് മണി എത്തിയത്. SIT സംഘത്തലവൻ S ശശിധരന്റെ നേതൃത്വത്തിലാണ് മണിയെ ചോദ്യം ചെയ്യുന്നത്. ശബരിമല കേസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും വിദേശ വ്യവസായി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലുമാണ് മണിയെയും ബാലമുരുകനെയും SIT ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. അഭിഭാഷകർക്കൊപ്പമായിരുന്നു മണിയും ബാലമുരുകനും എത്തിയത്. വ്യവസായി നൽകിയ നമ്പർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് ഡി മണിയിലേക്ക് SIT എത്തിച്ചേർന്നത്. താൻ ഡി മണിയോ ദാവൂദ് മണിയോ അല്ലെന്നും സുഹൃത്ത് ബാലമുരുകന്റെ പേരുള്ള സിം ഉപയോഗിക്കുന്നേ എന്നും അന്വേഷണ സംഘത്തോട് നേരത്തെ മണി വ്യക്തമാക്കിയിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ചോ മറ്റുള്ളവരെക്കുറിച്ചോ കൊള്ളയെക്കുറിച്ചോ അറിയില്ലെന്നും ഇയാൾ പറഞ്ഞു. മണിയെക്കുറിച്ച് മുൻപ് ദിണ്ടിഗൽ കേന്ദ്രീകരിച്ച് കൃത്യമായ അന്വേഷണത്തിനോ വിവരശേഖരണത്തിനോ SITക്ക് സാധിച്ചിരുന്നില്ല. തുടർന്നാണ് ഇന്ന് ഹാജരാകാൻ നോട്ടീസ് നൽകിയത്. മണിക്ക് സ്വർണ്ണക്കൊള്ളയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന കാര്യമാണ് SIT പരിശോധിക്കുക.